അടുത്ത നാമം 29. ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമനന്ദിത മന്ത്രിണ്യംബ വിരചിത വിഷംഗവതതോഷിത. ആദ്യത്തെ നാമം പിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഭണ്ഡപുത്ര വധ ഉദ്യുക്ത ബാല വിക്രമ നന്ദിത. നന്ദിത എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവൾ. ഭണ്ഡപുത്രന്മാരെ വധിക്കാൻ ഉദ്യമിച്ച ബാലാദേവി എന്ന അല്ലെങ്കിൽ ദേവിയുടെ ബാലാശക്തിയുടെ ആ പരാക്രമത്തിൽ സന്തോഷിച്ചവൾ, അല്ലെങ്കിൽ ആ ദേവിയുടെ വിക്രമത്തിൽ സന്തോഷിച്ചവൾ. ഭണ്ഡപുത്രന്മാർ 2 പേരെ ആണ്, വിഷങ്കനും വിശുക്രനും. ഏതാണ്ട് 30 പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഭണ്ഡാസുരൻ്റെ 30 പുത്രന്മാർ. അപ്പം ഈ ഭണ്ഡാസുരൻ്റെ 30 പുത്രന്മാർ ഈ പിതാവിൻ്റെ ആജ്ഞ കേട്ടിട്ട് ദേവിയുമായിട്ട് യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ ലളിതാദേവിയുടെ പുത്രിയായ 9 വയസ്സ് മാത്രം പ്രായമുള്ള ബാലാദേവി അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ വധിക്കുക ചെയ്യുന്നത്. അപ്പം സകല വിദ്യകളും അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ എല്ലാ വിദ്യയിലും അഗ്രഗണ്യയായ ബാലാദേവിയുടെ പരാക്രമമൊക്കെ കണ്ടിട്ട് ദേവി ഇങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. കർണി എന്ന് പറയുന്ന തേരിൽ കയറിയാണ് ബാല യുദ്ധം ചെയ്തത് എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. അടുത്ത നാമം മന്ത്രിണ്യംബ വിരചിത വിഷംഗ വതതോഷിത. മന്ത്രിണ്യംബ, മന്ത്രിണി അംബ വിരചിത വിഷംഗ വധ തോഷിത. മന്ത്രിണ്യംബ, മന്ത്രിണി എന്ന് പറയുന്ന അമ്മയുടെ ദേവീശക്തി. ആ ദേവീശക്തിയാണ് വിഷങ്കൻ അല്ലെങ്കിൽ ഭണ്ഡാസുരൻ്റെ ഇടത് തോളിൽ നിന്നുണ്ടായ വിഷങ്കാസുരനെ കൊന്നത്. അപ്പോൾ ആ വിഷങ്കാസുരനെ കൊല്ലുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നവൾ, ആ വിഷങ്കൻ്റെ വധത്തിൽ സന്തോഷിക്കുന്നവൾ, അതാണ് മന്ത്രിണ്യംബ വിരചിത വിഷംഗ വതതോഷിത. മന്ത്രിണി എന്ന അമ്പ അല്ലെങ്കിൽ മന്ത്രിണി എന്ന അമ്മയുടെ ദേവീശക്തി ഈ വിഷങ്കനെ കൊല്ലുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി അത് നോക്കിക്കണ്ട് നിൽക്കുന്നവൾ. വിഷങ്കൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷം അംഗത്തിൽ ബാധിച്ചവൻ. അതായത് നമ്മുടെ ശരീരത്തിൽ മുഴുവനും വിഷം ബാധിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അഹങ്കാരം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ ആണ് വിഷങ്കൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷം അംഗ അസുരൻ, വിഷം എല്ലാം ഈ അംഗങ്ങളിൽ ബാധിച്ച അസുരൻ എന്ന് പറയുന്നത്. മന്ത്രസാധനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ ഉച്ചാരണങ്ങൾ കൊണ്ട് ഈ വിഷങ്ങളെയൊക്കെ നിർവീര്യമാക്കാം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മന്ത്രിണി എന്ന് പറഞ്ഞാൽ മന്ത്രജപം കൊണ്ടുണ്ടാകുന്ന ശക്തി. അപ്പോൾ ഈ മന്ത്രശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ഈ വിഷങ്ങളെയൊക്കെ നമുക്ക് മാറ്റാം. ലളിതാ സഹസ്രനാമം മാത്രം ചൊല്ലിയാൽ മതി, ഈ വിഷങ്ങളൊക്കെ മാറും എന്നാണ് ഈ ഒരു നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിപ്ത വന്നി പ്രാകാരമധ്യഗമ ഭണ്ഡസൈന്യ പദോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത നിത്യാ പരാക്രമാണോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്ര പദോദ്യുക്ത ബാലാ വിക്രമ നന്ദിത മന്ത്രിണ്യംബ വിരചിത വിഷംഗ വതതോഷിത വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അടുത്ത നാമം 30. വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ഈ വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത എന്ന ആ നാമം നമ്മൾ പിരിച്ചു പറയുമ്പോൾ വിശുക്ര പ്രാണ ഹരണ വാരാഹി വീര്യ നന്ദിത. വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത. ഭണ്ഡാസുരൻ്റെ തൻ്റെ ഇടത് തോളിൽ നിന്നും ഉത്ഭവിച്ച അസുരനായ വിശുക്രനെ
ആ വിശുക്രൻ്റെ പ്രാണനെ ഹരിക്കുന്ന വാരാഹി ദേവിയുടെ ശക്തിയിൽ സന്തോഷിച്ചവൾ. നന്ദിത ആനന്ദിപ്പവൾ. വിശുക്രൻ്റെ പ്രാണനെ ഹരിക്കുന്ന വാരാഹി ശക്തിയുടെ വീര്യത്തിൽ ആനന്ദിക്കുന്നവൾ. വിശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ ശുക്ലത്തിൽ നിന്നും അടുത്ത ജന്മത്തിലേക്ക്, അതായത് അടുത്ത ജന്മത്തിലേക്ക് ശുക്ലം വഴിയാണല്ലോ നമ്മൾ അടുത്ത ജന്മത്തെ കൊടുക്കുന്നത്. അപ്പോൾ ആ ശുക്ലം വഴി, ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലം എന്നാണ് അർത്ഥം. അപ്പോൾ ആ ശുക്ലം വഴി അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ആഗ്രഹങ്ങളെയും കർമ്മഫലങ്ങളെയും ഒക്കെ ചേർന്ന് അതൊരു വാസനയായിട്ട് നമ്മുടെ അടുത്ത ജന്മത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു അസുരനെയാണ് വിശുക്രൻ എന്ന് പറയുന്നത്. ആ വിശുക്രനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശുക്രനെ ജയിക്കുന്നത് അമ്മയുടെ വാരാഹി ശക്തിയാണ്. ഈ വാരാഹി ശക്തി എന്ന് പറയുന്നത് ഒരു ധ്യാനാവസ്ഥ എന്നൊക്കെ പറയാം. അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം. അടുത്ത നാമം 30. വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത കാമേശ്വര മുഖാലോകകൽപ്പിത ശ്രീ ഗണേശ്വര. ഈ വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത എന്ന ആ നാമം നമ്മൾ തിരിച്ചു പറയുമ്പോൾ വിശുക്ര പ്രാണ ഹരണ വാരാഹി വീര്യ നന്ദിത. വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത. ഭണ്ഡാസുരൻ്റെ തൻ്റെ ഇടത് തോളിൽ നിന്നും ഉത്ഭവിച്ച അസുരനായ വിശുക്രനെ, ആ വിശുക്രൻ്റെ പ്രാണനെ ഹരിക്കുന്ന വാരാഹി ദേവിയുടെ ശക്തിയിൽ സന്തോഷിച്ചവൾ. നന്ദിത ആനന്ദിപ്പവൾ. വിശുക്രൻ്റെ പ്രാണനെ ഹരിക്കുന്ന വാരാഹി ശക്തിയുടെ വീര്യത്തിൽ ആനന്ദിക്കുന്നവൾ. വിശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ ശുക്ലത്തിൽ നിന്നും അടുത്ത ജന്മത്തിലേക്ക്, അതായത് അടുത്ത ജന്മത്തിലേക്ക് ശുക്ലം വഴിയാണല്ലോ നമ്മൾ അടുത്ത ജന്മത്തെ കൊടുക്കുന്നത്. അപ്പോൾ ആ ശുക്ലം വഴി, ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലം എന്നാണ് അർത്ഥം. അപ്പോൾ ആ ശുക്ലം വഴി അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ആഗ്രഹങ്ങളെയും കർമ്മഫലങ്ങളെയും ഒക്കെ ചേർന്ന് അതൊരു വാസനയായിട്ട് നമ്മുടെ അടുത്ത ജന്മത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു അസുരനെയാണ് വിശുക്രൻ എന്ന് പറയുന്നത്. ആ വിശുക്രനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശുക്രനെ ജയിക്കുന്നത് അമ്മയുടെ വാരാഹി ശക്തിയാണ്. ഈ വാരാഹി ശക്തി എന്ന് പറയുന്നത് ഒരു ധ്യാനാവസ്ഥ എന്നൊക്കെ പറയാം. അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം. कठोरे कोडीरे सलसिजं भारिमकुडं प्रणम्रेष्येदेषु